നമ്മൾ ഓർഡിനൽ അപ്രോച്ചിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറഞ്ഞു ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇൻഡിഫറൻസ് കർവ് ഇസ് ദി ലോക്കസ് ഓഫ് പോയിന്റ്സ് ഷോയിങ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു കമ്മോഡിറ്റീസ് വിച്ച് ഈൽഡ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ് എക്സും വൈയുടെ ഒരു കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഇൻഡിഫറൻസ് കർവിൽ ഏത് പോയിന്റിലെടുത്താലും ഈ എക്സ് വൈ കോമ്പിനേഷൻ വെച്ച് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു കുറേ ഇൻഡിഫറൻസ് കർവ്സ് ഉള്ള ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഇങ്ങനെ കുറേ ഇൻഡിഫറൻസ് കർവ്സ് ഉള്ള ഒരു സെറ്റിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവിന് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യത്തെ പ്രോപ്പർട്ടി, ഇറ്റ് സ്ലോപ്സ് ലെഫ്റ്റ് ഡൗൺവേർഡ് ടു ദി റൈറ്റ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും ഈ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും സ്ലോപ്പ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ എക്സ് കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് വൈ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഒരു കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സ് കൂടുമ്പം വൈ കുറയണം. അതുകൊണ്ടാണ് ഇതിനൊരു ഡൗൺവേർഡ് സ്ലോപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഇൻഡിഫറൻസ് കർവ് ആർ കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇത് കോൺവെക്സ് ഷേപ്പാണ് ബിക്കോസ് ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഗോസ് ഓൺ ഡിമിനിഷിങ്. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഒരു അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി മറ്റേ കമ്മോഡിറ്റിയുടെ എത്ര യൂണിറ്റ് ഒരു കൺസ്യൂമർ സാക്രിഫൈസ് ചെയ്യണം, അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. മൂന്നാമത്തത്, ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എക്സ് ആക്സിസിനെയോ വൈ ആക്സിസിനെയോ ടച്ച് ചെയ്യില്ല. ഇൻഡിഫറൻസ് കർവ് എക്സ് ആക്സിസിനെയോ വൈ ആക്സിസിനെയോ ടച്ച് ചെയ്യില്ല. ഇൻഡിഫറൻസ് കർവ്സ് നെവർ ടച്ച് ഓർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഇവർ പരസ്പരം ടച്ച് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഹയർ ഇൻഡിഫറൻസ് കർവ് ഇംപ്ലൈസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ഇൻഡിഫറൻസ് കർവിലുള്ള സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതലായിരിക്കും ഹയർ ലെവൽ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ ഹയർ ദി ഇൻഡിഫറൻസ് കർവ് ഇങ്ങോട്ട് പോകും തോറും സാറ്റിസ്ഫാക്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇൻഡിഫറൻസ് കർവ്സ് നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ. ഇതിപ്പോൾ ഒരു കാർഡിനൽ അനാലിസിസ് അല്ലാത്തതുകൊണ്ട് ഇൻഡിഫറൻസ് കർവ് പരസ്പരം പാരലൽ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെ 6 പ്രോപ്പർട്ടീസാണ് ഇൻഡിഫറൻസ് കർവിന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഓർഡിനൽ അപ്രോച്ചിലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഓർഡിനൽ അപ്രോച്ചിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷനിലാണ്. ആദ്യത്തേത് ബഡ്ജറ്റ് ലൈനും രണ്ടാമത്തേത് കൺസ്യൂമേഴ്സ് ഇൻഡിഫറൻസ് മാപ്പും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് ആദ്യം പറയാം. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമറിന് അദ്ദേഹത്തിൻ്റെ ഇൻകം ഉപയോഗിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ, 2 ഗുഡ്സിൻ്റെ എല്ലാ കോമ്പിനേഷൻസിനെയും കാണിക്കുന്ന ഒരു ലൈനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അയാളുടെ ഇൻകം വെച്ച് അയാൾക്ക് ഇവിടെ ഒരു എക്സ് വൈ പർച്ചേസ് ചെയ്യാൻ പറ്റും, ഇവിടെ എക്സ് വൈ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല കോമ്പിനേഷൻസ്, അയാളുടെ ബഡ്ജറ്റ് ലൈനിലുള്ള എല്ലാ കോമ്പിനേഷനും അയാൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് പുറത്ത്, ഈ ബഡ്ജറ്റ് ലൈനിന് പുറത്തുള്ളൊരു കോമ്പിനേഷൻ അയാൾക്ക് ഒരിക്കലും പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് ഇൻകം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ഇൻകത്തിനകത്ത് നിന്ന്, അയാളുടെ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അയാൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പാണ് അതിൻ്റെ പ്രൈസ് റേഷ്യോ PX/PY. പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ ആണ് നമ്മളുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ്. പിന്നെ കൺസ്യൂമേഴ്സ് ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു സെറ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം, 2 കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ആണുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ദി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് വൈ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഒരു കമ്മോഡിറ്റി മറ്റൊരു കമ്മോഡിറ്റിക്ക് വേണ്ടി എത്രത്തോളം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി എത്ര യൂണിറ്റ് ഓഫ് വൈ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതിനെയാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതാണ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ദി സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഓർ PX/PY. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആയിരിക്കണം. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിങ് ആയിരിക്കണം. പിന്നെ ഇക്വിലിബ്രിയം എപ്പോഴാണ് അറ്റൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറിൻ്റെ ഇൻഡിഫറൻസ് മാപ്പിൽ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് എപ്പോഴാണോ അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈനുമായിട്ട് ടാൻജൻ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും IC1, IC2, IC3 അങ്ങനെ ഒരുപാട് ഇൻഡിഫറൻസ് കർവ് ഉണ്ട്.
അതിൽ IC1 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈനേക്കാളും താഴെയാണ്. IC3 എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിന് അപ്പുറത്താണ്. ഇവിടെയുള്ളൊരു കോമ്പിനേഷൻ അയാളെ കൊണ്ട് മേടിക്കാനായിട്ട് സാധിക്കില്ല, ബിക്കോസ് അയാൾക്ക് ഇൻകം കൺസ്ട്രെയിൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് പോസിബിൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് IC2 ആണ്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് അയാൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് IC2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവിലാണ്. ആ ഇൻഡിഫറൻസ് കർവും അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന പോയിന്റിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിലെത്തുന്നത്. അവിടെ OX, അപ്പം X യൂണിറ്റ്സ് ഓഫ് X കമ്മോഡിറ്റിയും Y യൂണിറ്റ്സ് ഓഫ് Y കമ്മോഡിറ്റിയും അദ്ദേഹം പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ് ഇക്വിലിബ്രിയം നമ്മൾ ഓർഡിനൽ അപ്രോച്ചിൽ ഡിഫൈൻ ചെയ്യുന്നത്.